നമുക്കിത് ക്ലീൻ ചെയ്യണം. ഈ സാധനത്തിനുള്ളിൽ ഉമ്മ പറഞ്ഞ് ഉള്ളിക്ക് പുക വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിനുള്ളിൽ നിറച്ച് പുകയാണ്. ഇത് നമുക്ക് അല്ല പുകയല്ല, കരി. ഓരോരോ പണികളെ ഇനി എന്താവുന്നാവോ? ഇതിനേക്കാളും കറുപ്പാണ് ഇതിനുള്ളിൽ. നിർത്തിയാ ഉള്ളിക്ക് പോണില്ല. ഇത് പുകക്ക് ഉള്ളിക്ക് വരുന്നുണ്ട്. വീട്ടിൽ പറഞ്ഞമ്മ ഇത് മതി. ഇനി വേറെ നോക്കാവുന്നുണ്ട്. ഇനി അടിയിൽ നോക്കാൻ പറ്റിയത് അടിയിലൊരു സിമെന്റ് കണ്ടി കട്ടല്ലേ അനിയോ? ഞാൻ ഓഫാക്കാനല്ലേ പറഞ്ഞത്. അത് ഉള്ളിക്ക് ഒരുപാട് വീണ്ടുണ്ടാവില്ലേ? ഉള്ളിക്ക് കണ്ടമാനം വീട്ടിലുള്ളൂ. ഇത് ഇത്രയും കൂടി വേണമല്ലേ എന്നാലാണെങ്കിൽ ഉള്ളിൽ ഇറങ്ങി പോകുള്ളൂ. എൻ്റെ ആണെങ്കിൽ വെള്ള ഫാൻറ്റ് വേണം. ഞാനത് കുളിക്കാണ്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചേന്. ഇത് കുളിക്കേണ്ടിയിരുന്നത് ഒന്ന് ഓക്കെ ഓക്കെ. മതി. നമുക്കേ ഒരു പണി ചെയ്യാം. ഇപ്പം തന്നെ പോകണ്ട. ഓ എന്താ പറയുക, ഇപ്പം തന്നെ പോകണ്ട. ഇപ്പം തന്നെ പോയിട്ട് ഉമ്മ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും. 5 മിനിറ്റ് കൂടെ നിന്നിട്ട് ഉമ്മ വിചാരിച്ചോട്ട് ഫുള്ള് കഴിഞ്ഞിരിക്കണം കേട്ടോ. കൊണ്ടടിക്കാം. അല്ലെങ്കിൽ മഴ. ഇവിടെ ഒരുപാട് കിളികളുള്ള ഏരിയയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് കയറിയോ, അവിടെ ചട്ടി വാങ്ങിയിട്ട് വെച്ചു കൊടുത്താണ്. കിളികളിൽ വന്നിട്ട് താമസിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അങ്ങോട്ട് പോയി വീകണ്ടോ. മഴ പെയ്താണ് ആളെ തേക്കിയിട്ടുണ്ടാവും. നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യെത്തുന്ന മാതിരി ആക്കിയിട്ടുണ്ട്. കളത്തരം ചെയ്തിട്ട് ഓടുന്നല്ല. അല്ല മഴ വരുന്നുണ്ട്. അനുമോൾ ഇവിടെ ആദ്യം വെള്ളക്കിളി വന്നിരുന്നില്ല. നല്ല വാലുള്ള ചെറിയത് മെലിഞ്ഞിട്ട്. അതിനിപ്പോൾ കാണില്ല. ഞാനും കുറേ ആയി കണ്ടിട്ട്. അന്ന് സ്വപ്നം കണ്ടാണ്, പിന്നെ കണ്ടിട്ടേ അല്ല അതിനെ. നല്ല രസം ഉണ്ടായിരുന്നില്ല. ആരെയും പിടിച്ചോന്നാവോ പാവം. വംശനാശം സംഭവിച്ചത്. കാക്കൊന്നും പിടിക്കൂല. അത് ഭയങ്കര മിന്നൽ പോണ കിളിയാ. നല്ല രസം ഉണ്ടായിരുന്നത്. ഇമ്മ അത് കളയണ്ട. എവിടെയെങ്കിലും നനയാത്തോടത്ത് നോക്കിയും. കാലിലൊക്കെ മുറിയായിട്ടുണ്ടെങ്കിൽ അട്ടക്കാരി ഇടും പണ്ടത്തെ കാലത്ത്. അത് എടുത്ത് വെച്ചോളേ. ഉമ്മ അവിടെ കൊണ്ടേ കൊട്ടിയത് നശിപ്പിക്കും.